രേഷ്മ അല്ലേ? ആ, കഥാപാത്രത്തിന്റെ പേര് ലിച്ചി. ആ, ശ്രദ്ധേയമായി തോന്നിയാ? തോന്നി. ആദ്യത്തെ കൈവെക്കലായിരുന്ന? ആദ്യത്തെ കൈവെക്കൽ. ആണോ? അതെ. എങ്ങനെ കണ്ടെടുത്തു ഇവര്? ഞങ്ങളവിടെ വഴിയിലൊരു ഹോർഡിങ് വെക്കണ്ടായിരുന്നു, അതുമേന്ന് കണ്ടെടുത്താണ് സത്യത്തില്. ചാലക്കുടിയിൽ നിന്ന് വരുമ്പോ രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു ഹോർഡിങ്ങിൽ രേഷ്മ ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ടു. ഹോസ്പിറ്റലിലെ രേഷ്മ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് അയച്ചു തന്നു. അപ്പൊ അത് പോയി തപ്പി. അപ്പൊ അതിന്റെ ഏജൻസിയെ വിളിച്ചു. ഈ ഹോർഡിങ് ഇത് മോഡലാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ അതല്ല, അത് രാജഗിരിയിൽ നിന്ന് തന്ന സ്റ്റാഫാണെന്ന് തോന്നുന്നു. അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി, ഞാൻ പോയി. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ അല്ല, അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ആഴ്ചയില് 5-6 ഇത് ആഡ് ഇറക്കും, അപ്പൊ അതിൽ ഏതാണെന്ന് അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ആളെ ഐഡന്റിഫൈ ചെയ്ത് കിട്ടി. വന്ന് ഓഡിഷൻ എടുത്തപ്പോ ഓക്കെ. അതിന്റെ അടുത്ത ആഴ്ച കുവൈറ്റിൽ പോയിരുന്ന ആളാ. കുവൈറ്റിലേക്കുള്ള പോക്ക് നിന്നാ? പക്ഷെ സിനിമയിൽ എവിടെയൊക്കെ വിട്ടല്ലോ. വൈറ്റിലേക്ക് പോകാൻ പറ്റിയ സാധാരണത്തിൽ രേഷ്മയെ പോലൊരാൾ സിനിമയിലേക്ക് അങ്ങനെ ഒരു എൻട്രി സുഗമമായിട്ട് നടക്കാറില്ല. ഒരു പക്ഷേ ലിജോയെ പോലുള്ള അല്ലെങ്കിൽ വിജയെ പോലുള്ള ഒരു ടീമിലാണ് നിങ്ങളെപ്പോലുള്ള കഥാപാത്രങ്ങൾ ഉരുത്തിരിയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മലയാള സിനിമയുടെ ചേരുവ വെച്ചിട്ട് ഒരു പക്ഷേ രേഷ്മ വരാൻ പറ്റില്ല. പക്ഷേ ഒരു ഷോക്കിക്കായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഒരു ഷോക്കിക്കായിട്ടുണ്ടാവും അല്ലേ? ഞെട്ടിയ ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു ഞാൻ അവര് കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി അടച്ചോ? അങ്ങനെയില്ല, എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിലിം ചെയ്യുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ? പറ്റിയ പണിക്ക് പോയാ പറയുന്നത് ചോദിച്ചു. പക്ഷെ പറ്റിയ പണി ആ സിനിമയിൽ ഒരു റോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞേരാ.